ഹലോ ഫ്രണ്ട്സ്, അഡീനെ ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോഗൻവില്ലയുടെ പ്രൂണിംഗ് ആണ്. കഴിഞ്ഞ നവംബർ മാസത്തിൽ പൂത്ത് നിൽക്കുന്ന ബോഗൻവില്ലയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ ഞാൻ സോഫ്റ്റ് പ്രൂണിംഗ് ചെയ്യുന്നത് കാണിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ സോഫ്റ്റ് പ്രൂണിംഗ് ആണ് ചെയ്യുന്നത്. പൂക്കളെല്ലാം ഇതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ട്. പൂക്കൾ കരിഞ്ഞു പോയ ഭാഗം മാത്രമേ നമ്മൾ ഇപ്പോൾ മുറിച്ച് കൊടുക്കുന്നുള്ളൂ. പ്രൂൺ ചെയ്തതിന് ശേഷം വളങ്ങൾ എന്തെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ നമുക്ക് പ്രൂണിങ്ങിലേക്ക് പോകാം. ഇതെല്ലാം നവംബർ മാസത്തിൽ നിറച്ച് പൂത്തുനിന്ന ബോഗൻവില്ലയാണ്. ഇപ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി. ചിലതിലൊക്കെ കുറച്ച് പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് പ്രൂണിങ്ങിലേക്ക് പോകാം. അതിനായിട്ട് സാനിറ്റൈസ് ചെയ്ത കത്രികയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയ ഭാഗം മാത്രം മുറിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാ കൊമ്പുകളും ചെറുതായി മുറിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നീളം കൂടിയ കമ്പ് കുറച്ച് നീളത്തിന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ അടുത്ത പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിക്ക് നിൽക്കത്തുള്ളൂ. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വളവും കൊടുക്കണം. പ്രൂൺ ചെയ്ത ഉടനെ ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ എല്ലാ ബോഗൻവില്ലയും ഇതുപോലെ കട്ട് ചെയ്യാം. ഇതിലൊക്കെ പുതിയ പൂക്കൾ കുറച്ചുണ്ട്. ഞാൻ ഇതിൽ കരിഞ്ഞ പൂക്കൾ മാത്രമേ വെട്ടിക്കൊടുക്കുന്നുള്ളൂ. പുതിയ പൂക്കളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ കരിഞ്ഞു പോയ പൂക്കളെല്ലാം വെട്ടിക്കൊടുക്കുകയാണ്. ഈ ബോഗൻവില്ല ഒരു ഹൈബ്രിഡാണ്. ഇത് 3-4 കളറായിട്ട് മാറി വരും പൂക്കൾ. മജന്തയും ഒരു ഓറഞ്ച് കളറും, പിന്നെ ഇത് പൂ കൊഴിയാറാകുമ്പോൾ ഒരു പച്ച കളറ്, അങ്ങനെ 3-4 കളറായിട്ട് വരും ഇത്. അങ്ങനെ എല്ലാ ബോഗൻവില്ലയും പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വളമിട്ട് കൊടുക്കാം. അപ്പോൾ വളങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഉണക്കി പൊടിച്ച് വെച്ച പഴത്തൊലിയും ഓറഞ്ച് തൊലിയും മുട്ടത്തോട് പൊടിച്ചതുമാണ്. ഇതെല്ലാം ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് പഴകിയ എല്ലുപൊടിയാണ്, അതാണ് ഈ കളറ്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വിറക് കത്തിച്ച ചാരം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉണക്കി പൊടിച്ച ചാണകം കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ചട്ടിയുടെ സൈഡിലുള്ള മണ്ണ് ഇതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഈ വളം 2 പിടി ഇതുപോലെ സൈഡിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മണ്ണ് കുറച്ചുകൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇതുപോലെ എല്ലാ ചട്ടിയിലും നമുക്ക് വളം ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചെടിച്ചട്ടിയിലും വളമിട്ട് കൊടുത്തു. ഇനി നമുക്ക് വെള്ളമൊഴിക്കാം. ഇതുപോലെ എല്ലാ ചട്ടികൾക്കും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.